ഇതിനെ എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളും ഒന്നിച്ച് നിന്ന് അതിനെ എതിർക്കണം. പാർലമെൻറ്റിൽ അതിനെ എതിർക്കണം. ഇതിൽ ഒരു മുസ്ലിം പ്രശ്നമായി ഇത് ചെറുതാക്കേണ്ടതില്ല. ഇത് രാജ്യത്തെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. ഇന്ത്യയിലെ വഖഫ് സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് വഖഫ് ബില്ലെന്ന് പറയുന്നത്, വഖഫ് നിയമങ്ങൾ. ആ നിയമങ്ങൾ പല സന്ദർഭങ്ങളിലും പരിഷ്കരിച്ചിട്ടുണ്ട്. ആ പരിഷ്കരണങ്ങളെല്ലാം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയും കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയും ഉള്ളതാണ്. എന്നാൽ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ ബില്ല്, ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ള ബില്ല് വഖഫ് സ്വത്തുക്കളെ ദുർബലപ്പെടുത്തുകയും വഖഫ് സംവിധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അതിനെ ഇന്ത്യയിലെ മതേതര കക്ഷികൾ ഒന്നിച്ച് എതിർക്കുന്നത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിലനിൽക്കുന്നത്, ചർച്ച ചെയ്യുന്നത് വഖഫ് കാര്യങ്ങളാണെങ്കിലും എല്ലാ സമുദായങ്ങളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും സ്ഥാപനങ്ങളിലേക്കും അവരുടെ സ്വത്തുക്കളിലേക്കും കടന്നു കയറാനുള്ള ഒരു അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളും അവരുടെ മതസ്ഥാപനങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് വഖഫ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുതൽക്ക് തന്നെ അത് സംവിധാനങ്ങളുണ്ട്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇവിടെ വഖഫ് നിയമങ്ങൾ ഉണ്ടാക്കുകയും അത് ക്രോഡീകരിക്കുകയും അതിന് ബില്ല് പാസ്സാക്കുകയും കേന്ദ്ര വഖഫ് കൗൺസിൽ ഉണ്ടാക്കുകയും സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഇതുപോലെ തന്നെ ഹിന്ദു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും അവരുടെ ക്ഷേത്രങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഹിന്ദു എൻഡോമെൻ്റ് ആക്ട് എന്ന നിലയിൽ ഈ ദേവസ്വം സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കിയത്. ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ ആരാധനാലയങ്ങൾക്ക് നിയമങ്ങളും അത് സംരക്ഷിക്കുവാനുള്ള വ്യവസ്ഥകളുമുണ്ട്. അപ്പോൾ ഇപ്പോൾ വഖഫ് എന്ന പേരിൽ മുസ്ലിം മതസ്ഥാപനങ്ങളുടെ നേർക്ക് അതിൻ്റെ ഭരണത്തിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും എന്നത് ഉറപ്പാണ്. ഇത് വളരെ സിമ്പിളാണ്. മുസ്ലിങ്ങൾ അവരുടെ സ്വത്തുക്കൾ അവർ വിശ്വസിക്കുന്ന മാർഗത്തിലേക്ക് ഒഴിഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി പള്ളികൾ ഉണ്ടാക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ, ഖബർസ്ഥാനുകൾ ഉണ്ടാക്കാൻ, അനാഥാലയങ്ങൾ ഉണ്ടാക്കാനൊക്കെ വിട്ടുകൊടുക്കുന്നതാണ്. ആ വിട്ടുകൊടുക്കുന്നതോട് കൂടി ആ വഖഫ് ചെയ്ത വ്യക്തിക്ക് യാതൊരു അധികാരവും പിന്നെ ഇല്ല. അത് ദൈവത്തിൻ്റെതായി മാറിക്കഴിഞ്ഞു. ഇത് അവരുടെ ഒരു സ്വകാര്യ കാര്യമെന്ന നിലക്ക് അങ്ങനെ പൊയ്ക്കൊട്ടെ എന്ന് വെച്ചാൽ മതി. തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള വ്യവസ്ഥകളുണ്ടാകണം. അതിന്ന് നിലവിലുണ്ട്. വഖഫ് ബോർഡിലേക്കൊരു പരാതി വന്നാൽ വഖഫ് ബോർഡ് അതിന് രേഖകൾ പരിശോധിക്കും, അതിൻ്റെ ആധാരങ്ങൾ നോക്കും, പ്രമാണങ്ങൾ നോക്കും. എന്നിട്ടത് വഖഫ് അല്ല എങ്കിൽ വഖഫ് അല്ല എന്ന് പറയും, വഖഫ് ആണെങ്കിൽ വഖഫ് ആണ് എന്ന് പറയും. അതും അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ കഴിഞ്ഞിട്ട്. ഇനി അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ പോവാൻ ഇപ്പോൾ തന്നെ വ്യവസ്ഥയുണ്ട്. അവർക്ക് വഖഫ് ട്രൈബ്യൂണലിൽ പോകാം. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു കോടതിയാണ്, ഒരു സാധാരണ കോടതിയാണ്. അത് ആളുകൾ വിചാരിച്ചത് അത് വഖഫ് ബോർഡിൻ്റെ കീഴിലാണെന്നോ വഖഫ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതാണെന്നോ മുസ്ലിം സംഘടനകളുടെ വേദിയാണെന്നോ. അങ്ങനെയല്ല. വഖഫ് ബോർഡ് ആയി ഒരു ബന്ധവും അതിനില്ല. അത് സർക്കാർ നിശ്ചയിക്കുന്ന കോടതി നിയമമനുസരിച്ചാണ്. അതിൻ്റെ ജഡ്ജിമാരും മെമ്പർമാരും മുസ്ലിങ്ങളാവണമെന്ന് പോലുമില്ല. ഇപ്പോഴും പല വഖഫ് ട്രിബ്യൂണലിലെയും ജഡ്ജിമാരും അംഗങ്ങളും മുസ്ലിങ്ങളല്ല. അവർ ഇസ്ലാമിക് ലോ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൽ ഒരു വിധി പറഞ്ഞാൽ അതിനും അപ്പീലിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം. അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കെ വഖഫ് ട്രിബ്യൂണൽ ഇല്ലാതാക്കുകയും തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് സർവൻ്റ് ആയിട്ടുള്ള കളക്ടർക്ക് അധികാരം നൽകുകയും ആ നിലയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് വഖഫിനെ ദുർബലപ്പെടുത്തും. മറ്റൊന്ന്, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങൾ അത് കൊണ്ടു നടക്കേണ്ടത് ആ ഹിന്ദു മതത്തിൽ വിശ്വാസമുള്ളവരാണ്. ക്രിസ്ത്യാനിറ്റിയുടെയും കാര്യം അങ്ങനെ തന്നെ, ഇസ്ലാമിൻ്റെയും. അപ്പോൾ ഈ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡിൻ്റെ സിഒമാർ, അതിൻ്റെ അംഗങ്ങളൊക്കെ തന്നെയും അവർ ഇതിൽ വിശ്വാസമുള്ളവരാവണം എന്നതാണ് ഇപ്പോഴുള്ള നിയമം. അത് മാറ്റിയിട്ട് മുസ്ലിങ്ങളല്ലാത്ത ആളുകളും വഖഫ് ബോർഡിൽ സിഒമാരായിട്ടും അംഗങ്ങളായിട്ടും വരണം എന്ന് നിയമം വെക്കുന്നതും അത് സമുദായത്തെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്.
മറ്റൊരു പ്രധാന വിഷയം, 40ഓളം വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു വിഷയം പറയുന്നത് വഖഫ് സ്വത്തുക്കൾ. എങ്ങനെയാണ് വഖഫ് സ്വത്തുക്കൾ ഇപ്പോൾ കൈവശമുള്ളത്? വഖഫ് സ്വത്തുക്കൾ മാത്രമല്ല, ദേവസ്വം സ്വത്തുക്കളും വ്യക്തികളുടെ സ്വത്തുക്കളൊക്കെ എത്രയോ നൂറ്റാണ്ടായിട്ട് അവർ കൈവശം വെച്ച് വരുന്നതുണ്ടാകും. പണ്ടൊന്നും ഒരു 500 വർഷങ്ങൾക്ക് മുമ്പോ 1000 വർഷങ്ങൾക്ക് മുമ്പോ ഒന്നും ഇവിടെ പ്രമാണങ്ങളും ആധാരങ്ങളും രജിസ്റ്റർ ഓഫീസുകളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നൂറ്റാണ്ടുകളായി കൈവശം വെച്ച് പോരുന്ന ഒരു ആരാധനാലയം, അത് വഖഫിന് പറയാം വഖഫ് ബൈ യൂസർ എന്നാണ്. അത് എടുത്തു കളയാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു പള്ളിയും ഏതൊരു മദ്രസയും ഏതൊരു ഖബർസ്ഥാനും അത് ആധാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് സർക്കാർ കയറി വരാനുള്ള വഴി തുറക്കുകയാണ്. അങ്ങനെ ആയിരിക്കും പല സ്ഥാപനങ്ങളുടെയും അവസ്ഥ. ഇത്തരം കാര്യങ്ങളെല്ലാം JPCയുടെ മുമ്പിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇന്നലെയും ഇന്നും ഡൽഹിയിൽ യോഗം ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അവർ ചെന്ന് കണ്ടിട്ടുണ്ട്, JPC അംഗങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ലളിതമായ, വളരെ മാന്യമായ നിലക്ക് തീർക്കാവുന്ന ഒരു പ്രശ്നം അനാവശ്യമായി ചർച്ചക്കിടുകയും പിന്നീട് അത് സമുദായങ്ങൾ തമ്മിലുള്ള വർഗീയ ധ്രുവീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നതിലേക്കാണ് സർക്കാർ കൊണ്ടുപോകുന്നത്. ഇതിനെ എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളും ഒന്നിച്ച് നിന്ന് അതിനെ എതിർക്കണം. പാർലമെൻറ്റിൽ അതിനെ എതിർക്കണം. ഇതിൽ ഒരു മുസ്ലിം പ്രശ്നമായി ഇത് ചെറുതാക്കേണ്ടതില്ല. ഇത് രാജ്യത്തെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. അതുപോലെ തന്നെ മതേതരത്വത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്. ഇത് ഒരു തരം ഫാഷിസമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഇന്ത്യയിലെ എല്ലാ മുസ്ലിം സംഘടനകളും അറിയപ്പെടുന്ന എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത്. അത് സർക്കാർ മുഖവിലക്കെടുക്കണം. പാർലമെൻറ്റിലെ എല്ലാ സംഘടനകളിലും പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുള്ള അംഗങ്ങൾ ഈ വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യണം എന്നാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ ഒരു അംഗമെന്ന നിലക്കും കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലക്കും എല്ലാ മുസ്ലിം സംഘടനകളും അഭിപ്രായം എന്ന നിലക്കും എനിക്ക് പറയാനുള്ളത്.